So we are now moving on to the next video, അതായത് വർക്ക് എനർജി ഇക്വേഷൻ ഇൻ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ. അതിൽ വർക്ക് എനർജി ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പം ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന വർക്ക് എന്താണെന്നുള്ളത്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സാധനത്തേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്തു, എത്ര മാത്രമാണ് ജോലി ചെയ്യുന്നത്, അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒ എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുകയാണ്. ആ പാർട്ടിക്കിളിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് ds ഡിസ്റ്റൻസ് മാറി. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾ ചെയ്ത വർക്ക് എത്രയാണ്? വർക്ക് ഡൺ ബൈ ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിന് നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിൾ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? ds ആണ്. ആ പാർട്ടിക്കിൾ ഇവിടെ നിന്ന പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെയാണ് എത്തിയത്. ഇവിടെ ആയിരുന്ന പാർട്ടിക്കിൾ ഇപ്പോൾ ഇവിടെ എത്തി. അവിടെ എത്താൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ds അല്ലേ? സോ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് അത് ds ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? f ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു ഈ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഡിസ്റ്റൻസ്. ആ സെയിം തന്നെ ഇവിടെ ഇരുന്ന പാർട്ടിക്കിൾ ഇവിടെ എത്താനായിട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ds ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വർക്കാണ്. സോ എത്രയാണ്? ഫോഴ്സ് ഇൻറ്റു ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ds. സോ ഇതെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ദി വെർട്ടിക്കൽ ഡയറക്ഷനും ഇതെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷനും. ഇനി ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ തീറ്റ ഡിഗ്രീസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് പാർട്ടിക്കിൾ O. ഓക്കെ, സോ തീറ്റ ഡിഗ്രിയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഇത് പാർട്ടിക്കിൾ O ആണ്. പാർട്ടിക്കിൾ ഈ ഇത്രയാണ് ഡിസ്റ്റൻസ് മൂവ് ചെയ്ത്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി പാർട്ടിക്കിൾ അറ്റ് O എന്ന് പറയുന്ന ds ആണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക വർക്ക് ഡൺ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദി ഫോഴ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അല്ലേ? ഇതാണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ആ സെയിം ഡയറക്ഷനിൽ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസും വരണം, എന്നാലേ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി പാർട്ടിക്കിൾ ഇതാണെങ്കിൽ അതിൻ്റെ ഫോഴ്സും ഈ സെയിം ലൈൻ ഓഫ് ആക്ഷന് തന്നെ വരണം. സോ ഇവിടെ ഇതാണ് ഫോഴ്സ്. സോ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തെങ്കിൽ ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിൾ. സോ ആ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ഫോഴ്സ് വരാനായിട്ട് ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കുക. അതെന്താണ്? f cos തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ f cos തീറ്റ. സോ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? f cos തീറ്റ ഇൻറ്റു ds. അതാണ് അവിടുത്തെ വർക്ക് ഡൺ. അതായത് work is said to be done whenever the point of application of the force is moved along the line of action of that force or along the line of action of that component of force. അതായത് വർക്ക് സംഭവിക്കണമെങ്കിൽ ആ സെയിം പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനിൽ തന്നെ ആയിരിക്കണം ഫോഴ്സ് ആക്ട് ചെയ്യുക. അതായത് ഡിസ്റ്റൻസ് മൂവ് ചെയ്തേക്കുന്ന ഏത് ഡയറക്ഷനിലാണോ ആ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം ഫോഴ്സ് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ആക്ട് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്. ഇനി ഇതാണ് ഡിസ്റ്റൻസ്. ഇനി ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യണമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ds എങ്കിൽ നമ്മൾ ഫോഴ്സിന് വേറെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിലായാൽ മതി. സോ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസിൻ്റെ ഈ സെയിം ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ ഈ ഡിസ്റ്റൻസ് ഈ ലൈനിൽ ഓഫ് ആക്ഷനിൽ എത്രയാണെന്ന് നോക്കുക. സോ ഇതാണ് ഡിസ്റ്റൻസ് എങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ ഒരു 90 ഡിഗ്രി വെച്ചാൽ ഇത് 90 മൈനസ് തീറ്റ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ. ഇത് തീറ്റ ആയിരിക്കും. സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഡിസ്റ്റൻസ് അറിയുള്ളൂ ds. സോ ഇത് കണ്ടുപിടിക്കണം, ഈ കമ്പോണൻറ്റ്. സോ ഈ dsനെ നമ്മൾ റിസോൾവ് ചെയ്യാണ്. ഈ dsനെ നമ്മൾ ഒന്ന് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും റിസോൾവ് ചെയ്യുന്നു. സോ ഇത് ഈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ds ഇൻറ്റു കോസ് തീറ്റ. ds കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? f ഇൻറ്റു ds കോസ് തീറ്റ എന്ന് എഴുതാം. സോ രണ്ട് രീതിയിൽ എഴുതാം. f കോസ് തീറ്റ ഇൻറ്റു ds എന്ന് എഴുതാം വർക്ക് ഡൺ. അതുപോലെ തന്നെ f ഇൻറ്റു ds കോസ് തീറ്റ എന്ന് എഴുതാം. സോ രണ്ട് രീതിയിൽ ഇവിടെ വർക്ക് ഡൺ എഴുതാം. സോ വർക്ക് ഡൺ ശ്രദ്ധിക്കുക, സെയിം ലൈൻ ഓഫ് ആക്ഷനിലുള്ള
പാർട്ടിക്കിളിനെ എത്ര ഡിസ്റ്റൻസ് മാറ്റിയപ്പോൾ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പാർട്ടിക്കിൾ. ഇവിടെ ഡി എസ് ഇങ്ങനെയായിരുന്നു ഡിസ്റ്റൻസ്. സോ പക്ഷേ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. സോ അതെന്ന് പറഞ്ഞാൽ ഡി എസ് കോസ് തീറ്റ. ഇനി ഡിസ്റ്റൻസ് ഇതായിരുന്നു, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഫോഴ്സ് ആണെങ്കിൽ ഇതും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് എടുക്കുക. സോ ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ഇതായിരുന്നു എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. സോ അതാണ് ഈ രണ്ട് ഇക്വേഷൻസ്. ചെറിയ കമ്പോണൻ്റാണ് എഫ് ഇൻറ്റു ഡി എസ് കോസ് തീറ്റ എന്നും എടുക്കാം. അതേപോലെ തന്നെ എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എസ് എന്നും എടുക്കാം. So work done by the force during a differential displacement of the point is F cos theta into ds. അതായത് F cos theta into ds എടുക്കുക. അതേപോലെ F into ds cos theta എടുക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സ് ആൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഇതാണല്ലോ ഫോഴ്സ് കമ്പോണൻറ്റ്. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഫോഴ്സും ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇതാണ്. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്ഡ് കമ്പോണൻറ്റ്. സോ ഫോഴ്സ് ഇൻറ്റു ഡി എസ് കോസ് തീറ്റ. ഡിസ്പ്ലേസ്ഡ് ആയത് ഏതാണ്? ഫോഴ്സ് ഇൻറ്റു ഡി എസ് കോസ് തീറ്റ. ഇനി വർക്ക് എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്. എപ്പോഴാണ്? അതായത് ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്ത ഡയറക്ഷൻ ഇതാണ്. സോ ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഇരുന്ന പാർട്ടിക്കിൾ ഇവിടെ എത്താനായിട്ട് സെയിം ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഈ സെയിം ഡയറക്ഷനിൽ തന്നെ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇവിടെ വരുവാണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്ന് എഴുതാം. വർക്ക് ഡൺ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫോഴ്സ് ഇങ്ങോട്ടും പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്തിരുന്നെങ്കിൽ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്തത് വേറൊരു ഡയറക്ഷനാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ ഒന്നും പാർട്ടിക്കിൾ മൂവ് ചെയ്ത ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ -F ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതണം. വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. മറ്റേ കേസിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഏത് കേസിൽ? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ അത് പോസിറ്റീവും, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ വർക്ക് ഡൺ ഫ്രം ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി മൂവിങ് ഫ്രം അപ്പർ എലിവേഷൻ ടു ലോവർ എലിവേഷൻ, താഴോട്ട് ആക്ട് ചെയ്യുന്ന ബോഡി, ഫോഴ്സ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. അങ്ങനെ വരുമ്പോഴും വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന വർക്ക് അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മളിപ്പം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ബോഡീനെ, നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ബോഡീനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഫ്രിക്ഷൻ, ഇതാണ് ഫോഴ്സ്. മ്യൂ ഇൻറ്റു ആർ എൻ, നമ്മൾ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു ആർ എൻ ആണ്, അത് നമുക്കറിയാം. സോ ഇതാണ് ഫോഴ്സ്. അങ്ങനെ വരുമ്പോൾ എന്താവും? ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ജൂളാണ് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്ററും. 1 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 1 ജൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ അലോങ് ദി ഡിസ്റ്റൻസ് 1 മീറ്റർ. ഓക്കെ, ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് എഫ് ഡി എസ് കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡി എസ് കോസ് തീറ്റ.